എഞ്ചിനീയറിംഗ് തൊഴിലിന് ഒരു എഞ്ചിനീയറിംഗ് തൊഴിലിന് ഈക്വൽ ആയിട്ടുള്ള സമമായിട്ടുള്ള ഒരു തൊഴിലായിട്ടാണ് നിയമത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എഞ്ചിനീയർമാർക്ക് തുല്യമായ തൊഴിലെടുക്കുന്നവരായതുകൊണ്ട് നമുക്ക് ആനുകൂല്യങ്ങളില്ല എന്നാ ന്യായം പറഞ്ഞത്. കഴിഞ്ഞ വർഷം നമ്മള് തിരുവനന്തപുരത്ത് നമ്മളെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളിലും തൊഴിൽ വകുപ്പിലെ മന്ത്രിയെ നമ്മൾ കണ്ടു, കൃഷി മന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി നേരിട്ട് ടാപ്പിംഗ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അവശതകൾ, ആവശ്യങ്ങൾ, ആകുലതകൾ, ആശങ്കകൾ നമ്മൾ ബോധ്യപ്പെടുത്തി നിവേദനം സമർപ്പിച്ചു. ടാപ്പിംഗ് തൊഴിലാളികൾ, അസംഘടിത ചെറുകിട മേഖലയിലെ ടാപ്പിംഗ് തൊഴിലാളികളുടെ സംബന്ധിച്ച് അവരോട് അന്വേഷിച്ചു. ആർക്കും ഒരു പിടിയുമില്ല. ഉത്തരവാദപ്പെട്ടവർക്ക് ഈ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന ടാപ്പിംഗ് തൊഴിലാളികളുടെ എണ്ണം അറിഞ്ഞൂടാ. കഴിഞ്ഞ തിങ്കളാഴ്ച ദേശീയ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനത്തേക്ക് സംസ്ഥാന സമിതി അംഗങ്ങൾ പോയി. റബ്ബർ ബോർഡിന്റെ ദേശീയ സെക്രട്ടറിയെ കണ്ടു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി അഭിമുഖ സംഭാഷണം നടത്തി, ടാപ്പിംഗ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവരുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തി. അവരോട് ചോദിച്ചു, കേരളത്തിൽ എത്ര ഹെക്ടർ റബ്ബർ കൃഷിയുണ്ട്? അതിന് കൃത്യമായി കണക്കുണ്ട്. എന്നാൽ ഈ കൃഷി മേഖലയിൽ, അത് സംഘടിത മേഖലയിലാകട്ടെ, കമ്പനികളിലാകട്ടെ, അസംഘടിത ചെറുകിട മേഖലയിലാകട്ടെ, തൊഴിലെടുക്കുന്ന ആളുകളുടെ എണ്ണം അതറിഞ്ഞൂടാ. തൊഴിലാളികളെ സംബന്ധിച്ച് യാതൊരു വിവരമില്ല. അവരൊന്നും അതിനെ സംബന്ധിച്ച് വിവരം ശേഖരിക്കേണ്ടതോ അതല്ലെങ്കിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു തൊഴിൽ വിഭാഗമായി പോലും നമ്മളുടെ ഈ തൊഴിലിനെ അംഗീകരിക്കാത്ത നിലപാടിനെതിരെ ഒന്നിക്കുക എന്ന നയമാണ്